നമസ്കാരം പ്രിയ പെരുമ്പാവൂർ നിവാസികളെ. ബഷീർ അലി പെരുമ്പാവൂരാണ്. പെരുമ്പാവൂർ മുനിസിപ്പൽ 2-ാം വാർഡിൽ നിന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ബഷീർ അലിക്കുഞ്ഞ് എന്തിനാണ് മത്സരിക്കുന്നത് എന്ന് ചോദ്യം ഉയർന്നിരുന്നു. ആ ചോദ്യത്തിന് ഉത്തരം പറയാനാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. നമ്മുടെ പെരുമ്പാവൂർ ടൗൺ കേന്ദ്രീകരിച്ച്, പെരുമ്പാവൂർ പ്രദേശം കേന്ദ്രീകരിച്ച് ഒരു ധനകാര്യ സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ട്. അർബൻ സഹകരണ ബാങ്ക്. അർബൻ സഹകരണ ബാങ്ക് നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങൾ അർബൻ സഹകരണ ബാങ്കിനെ വിശ്വാസത്തിലെടുത്ത് നമ്മുടെ ബാങ്ക് എന്ന് നമ്മുടെ ചങ്കിലേറ്റി നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു ബാങ്ക് എന്ന് മനസ്സിൽ കരുതി കയ്യിലുണ്ടായിരുന്ന സമ്പാദ്യമെല്ലാം കൊണ്ടുപോയി നമ്മുടെ നാട്ടിൻ പ്രദേശത്തുള്ള പാവം ജനങ്ങൾ അർബൻ സഹകരണ ബാങ്കിൽ കയ്യിലുണ്ടായിരുന്നതെല്ലാം കൊണ്ടുപോയി നിക്ഷേപിക്കുകയുണ്ടായി. അർബൻ സഹകരണ ബാങ്ക് കാലങ്ങളായി UDFൻ്റെ സംവിധാനത്തിലാണ് അവിടെ ബോർഡംഗങ്ങളെല്ലാം ഭൂരിപക്ഷവും UDFൻ്റെ സംവിധാനത്തിലാണ്. അവരാണ് അവിടെ ഭരണം നടത്തുന്നത്. പ്രതിപക്ഷമായിട്ട് LDFും പെരുമ്പാവൂർ അർബൻ ബാങ്കിലുണ്ട്. നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങൾ സമ്പാദ്യമായി ബാങ്കിൽ കൊണ്ടുപോയിട്ട 123 കോടി രൂപ കൊള്ളയടിച്ച് നാട്ടിലെ പാവപ്പെട്ട ചായക്കട നടത്തുന്ന ചായക്കടക്കാരനും ബാർബർ ഷോപ്പ് നടത്തുന്നവർ മുതൽ അതുപോലെ തന്നെ പലചരക്ക് കട നടത്തുന്നവർ, അതുപോലെ തന്നെ മുറുക്കാൻകട നടത്തുന്നവരും മീൻ കച്ചവടം നടത്തുന്നവരും എന്ന് വേണ്ട നമ്മുടെ നാട്ടിൻ പ്രദേശത്തുള്ള വീട്ടിലെ ചെലവ് കഴിച്ചിട്ട് ബാക്കി വന്ന സമ്പാദ്യം കൊണ്ടുപോയി നമ്മുടെ അർബൻ സഹകരണ ബാങ്കിനെ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ അർബൻ സഹകരണ ബാങ്കിൽ നിക്ഷേപിക്കുകയുണ്ടായി. എല്ലാ ഗവൺമെൻറ് ജോലിയിൽ നിന്നും പിരിഞ്ഞു പോന്ന് അവിടെ നിന്നും അവർക്ക് കിട്ടിയ അവരുടെ അവകാശങ്ങളും കൊണ്ടുവന്ന് ബാങ്കിൽ കൊണ്ടുവന്ന് നിക്ഷേപിച്ചവരുണ്ട്. അങ്ങനെ 120 കോടി രൂപ നമ്മുടെ പെരുമ്പാവൂരിനെ കൊള്ളയടിച്ചത് ആര്? അവിടെ ഭരണം നടത്തിയത് UDF ആണ്. UDF ആണ് അത് അഴിമതി നടത്തിയതെന്ന് കോടതിയിലും പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുകയും അത് കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 120 കോടി രൂപ ആരാണ് പകൽ കൊള്ള നടത്തിയത്? ആരാണ് ഈ പാവപ്പെട്ട ജനങ്ങളുടെ 123 കോടി രൂപ കൊള്ളയടിച്ചത് എന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാൻ അവകാശമുണ്ട്. ഈ നാട്ടിലെ ജനങ്ങൾ അത് ചർച്ച ചെയ്യണം. നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ചൈനയെക്കുറിച്ചോ അമേരിക്കയെക്കുറിച്ചല്ല. നമ്മൾ ചർച്ച ചെയ്യേണ്ടത് എറണാകുളത്തെക്കുറിച്ചല്ല, തിരുവനന്തപുരത്തെക്കുറിച്ചല്ല. ഇത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ്. നമ്മൾ ചർച്ച ചെയ്യേണ്ടത് നമ്മുടെ പെരുമ്പാവൂരിനെ കുറിച്ചാണ്. നമ്മുടെ പെരുമ്പാവൂരിൽ UDFും LDFും എന്താണ് ചെയ്യുന്നത്? പ്രതിപക്ഷം ഭരണപക്ഷത്തിന് കയ്യാളായി നിന്നുകൊണ്ട്
ഭരണപക്ഷത്തിന് സർവ്വ പിന്തുണയും നൽകിക്കൊണ്ട് 123 കോടി രൂപ കൊള്ളയടിച്ചു എങ്കിൽ ഇതിൽ LDF എന്താണ് അതിൽ നിന്നും പ്രതിഫലമായി വാങ്ങിയത് എന്ന് ഈ സാധാരണക്കാരനായ ജനങ്ങളെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് ബന്ധമില്ലെങ്കിൽ അതിൽ ഞങ്ങൾക്ക് ബന്ധമില്ല. അത് UDFൻ്റെ ഭരണസമിതിയാണ് കൊള്ളയടിച്ചത് എന്ന് തുറന്നു പറയാനുള്ള ആർജവം LDF കാണിക്കണം എന്ന് വിനയത്തിൻ്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ്. അഴിമതിക്കാരായ കൊള്ളക്കാരായ ഈ UDFനെ പെരുമ്പാവൂരിൽ നിന്നും കെട്ടുകെട്ടിക്കാൻ പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിയിൽ 2-ാം വാർഡിൽ നിന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുകയാണ്. ഈ നാടിൻ്റെ ശബ്ദമായി നിൽക്കാൻ, ഈ നാടിൻ്റെ ശബ്ദമായി എന്നും ഉയരാൻ ഞാൻ ബഹുമാന്യ ജനങ്ങളെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വോട്ടിരക്കുകയാണ്. LDFും UDFും പറയുന്നത് പോലെ വികസനത്തിന് വേണ്ടിയല്ല. വികസനം വേണം, വികസനം വന്നുകൊള്ളും. വികസനം ഒരു വാർഡിൽ ഇത്ര പരിധിയുണ്ട്. പക്ഷെ അഴിമതി വച്ച് പൊറിപ്പിച്ചുകൂടാ. മഴക്കുമരുന്നിനെ നമുക്ക് വച്ച് പൊറിപ്പിച്ചുകൂടാ. നമ്മൾ ചർച്ച ചെയ്യേണ്ടത് പെരുമ്പാവൂരിനെ കുറിച്ചാണ്. ഇവിടെ രാഷ്ട്രീയക്കാർ ചർച്ച ചെയ്യുന്നത് ചൈനയിലും അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലേക്കും പോയി എന്ന് വേണ്ട ലോകരാജ്യങ്ങളിലെല്ലാം ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ പെരുമ്പാവൂരിൻ്റെ ചർച്ച തിരിച്ചുവിടുന്നതിന് വേണ്ടി, പെരുമ്പാവൂരിൻ്റെ ചർച്ച ഇവിടെ ചർച്ച ചെയ്യപ്പെടാതിരിക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയ പാർട്ടികൾ നമ്മളെ വിഡ്ഢികളാക്കിക്കൊണ്ട് നമ്മുടെ നാടിനെ പറ്റിക്കുന്നതിന് വേണ്ടി, നമ്മുടെ നാട്ടിലെ ജനങ്ങളെ പറ്റിക്കുന്നതിന് വേണ്ടി ഇവർ നടത്തുന്ന ഈ നാടകത്തിൽ നമ്മൾ പെട്ടുപോകരുതേ എന്ന് വിനയത്തിൻ്റെ ഭാഷയിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നമ്മൾ ചർച്ച ചെയ്യേണ്ടത് നമ്മുടെ നാടിനെക്കുറിച്ചാണ്. നമ്മുടെ നാടിൻ്റെ സംരക്ഷണമാണ് നമുക്കാവശ്യം. നമ്മുടെ യുവാക്കളുടെ സംരക്ഷണമാണ് നമുക്കാവശ്യം. അഴിമതിയില്ലാത്ത ഒരു ഭരണമാണ് നമുക്കാവശ്യം. അഴിമതി നടത്തുന്നവർക്ക് കൂട്ടാളികളായി നിൽക്കുന്ന പ്രതിപക്ഷത്തെയല്ല നമുക്കാവശ്യം. നമ്മുടെ നാടിൻ്റെ സംരക്ഷണം ഏറ്റെടുക്കുന്ന ഒരു ഭരണസമിതിയെയാണ് നമുക്കാവശ്യമെങ്കിൽ ആ ഭരണസമിതിക്ക് മൂക്കുകയറിടാൻ LDF ആയാലും UDF ആയാലും ഇവിടെ ഭരണത്തിലേറിയാൽ ഈ പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിയിൽ LDFൻ്റെ ചെയർമാൻ വന്നാലും UDFൻ്റെ ചെയർമാൻ വന്നാലും പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിയുടെ ആ കൗൺസിലിൽ എൻ്റെ ഗർജിക്കുന്ന ശബ്ദമുയരാൻ, ഈ അഴിമതിക്കെതിരെയും മയക്കുമരുന്നിനെതിരെയും എൻ്റെ ശബ്ദമുയരാൻ നിങ്ങളുടെ വിലപ്പെട്ട കടപ്പെട്ട സമ്മതിദാനാവകാശം ഓട്ടോറിക്ഷ അടയാളത്തിൽ രേഖപ്പെടുത്തി ബഷീർ അലിക്കുഞ്ഞിനെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ചാൽ പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിയിൽ ജനങ്ങൾക്ക് വേണ്ടി, പെരുമ്പാവൂരിന് വേണ്ടി, നമ്മുടെ നാടിന് വേണ്ടി ശബ്ദിക്കാൻ ഈ ബഷീർ അലിക്കുഞ്ഞുണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ആർക്ക് മുന്നിലും നമ്മളുടെ ആശയങ്ങളെ പണയം വയ്ക്കാതെ ഏതാശയമാണോ നാം ഉയർത്തിക്കാണിക്കുന്നത് ആ ആശയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ 2-ാം വാർഡിൻ്റെ ശബ്ദമായി, 2-ാം വാർഡിൻ്റെ വോട്ടായി, ആ 2-ാം വാർഡിൽ നിങ്ങൾ എനിക്ക് ചെയ്യുന്ന വോട്ട് ഒരിക്കലും നിങ്ങൾക്ക് കുറ്റബോധം ഉണ്ടാവുകയില്ല. നിങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ നിങ്ങളിലൊരുവനായി ഞാൻ പെരുമ്പാവൂർ മുനിസിപ്പൽ കൗൺസിലിൽ ഉണ്ടാകും എന്ന് ഉറപ്പ് തരുകയാണ്. നമ്മുടെ യുവാക്കളെ സംരക്ഷിക്കാൻ, നമ്മുടെ നാടിനെ സംരക്ഷിക്കാൻ, നമ്മുടെ പെരുമ്പാവൂരിനെ മയക്കുമരുന്നിൽ നിന്നും രക്ഷിക്കാൻ നിങ്ങളുടെ ഓരോ വോട്ടും നൽകി നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയോടുകൂടി പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിയിലേക്ക് എന്നെ പറഞ്ഞയക്കണമേ എന്ന് വിനയത്തിൻ്റെ ഭാഷയിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഈ അഴിമതിക്കാരെയാണോ നിങ്ങൾക്കാവശ്യം? ഈ മയക്കുമരുന്ന് കച്ചവടക്കാരെയാണോ നിങ്ങൾക്കാവശ്യം? എങ്കിൽ നിങ്ങൾ അവർക്ക് വോട്ട് ചെയ്ത് അവരെ വിജയിപ്പിക്കുക. അതല്ല, നന്മ നിറഞ്ഞ പെരുമ്പാവൂരിനെയാണ് നിങ്ങൾ സ്വപ്നം കാണുന്നത് എങ്കിൽ, അഴിമതിയില്ലാത്ത പെരുമ്പാവൂരിനെയാണ് നിങ്ങൾ സ്വപ്നം കാണുന്നത് എങ്കിൽ, മയക്കുമരുന്നില്ലാത്ത പെരുമ്പാവൂരിനെയാണ് നിങ്ങൾ സ്വപ്നം കാണുന്നത് എങ്കിൽ, ബഹുമാന്യ വോട്ടർമാരെ,
നിങ്ങൾ ബഷീർ അലി കുഞ്ഞിനെ വോട്ട് രേഖപ്പെടുത്തി വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി നിങ്ങളുടെ നാട്ടുകാരനായ ഈ കാഞ്ഞിരക്കാട് ജനിച്ച പെരുമ്പാവൂർക്കാരനായി ജനിച്ച ഈ ബഷീർ അലി കുഞ്ഞിനെ വോട്ടുകൾ രേഖപ്പെടുത്തി വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കണമേ എന്ന് താഴ്മയായി ഞാൻ അപേക്ഷിക്കുകയാണ്. ഈ 9-ാം തീയതി കഴിഞ്ഞാൽ നമുക്ക് ഈ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ഈ ശബ്ദം നിങ്ങൾക്ക് മുനിസിപ്പൽ കൗൺസിലിൽ കേൾക്കാൻ കഴിയുകയില്ല. കാരണം പ്രതിപക്ഷ അവിടെ മത്സരിക്കുന്ന മറ്റു സ്ഥാനാർത്ഥികളാണ് ജയിക്കുന്നത് എങ്കിൽ അവരുടെ ശബ്ദം മയക്കുമരുന്നിനെതിരായിരിക്കുകയില്ല, അവരുടെ ശബ്ദം അഴിമതിക്കെതിരായിരിക്കുകയില്ല, അവരുടെ ശബ്ദം പാവപ്പെട്ടവൻ്റെ ശബ്ദമായിരിക്കുകയില്ല, അവരുടെ ശബ്ദം നാട്ടുകാർക്ക് വേണ്ടിയുള്ള ശബ്ദമായിരിക്കുകയില്ല, അവരുടെ ശബ്ദം അവരുടെ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടിയായിരിക്കും എന്ന് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. എൻ്റെ ശബ്ദം എന്നും പാവപ്പെട്ടവൻ്റെ ശബ്ദമായിരിക്കും, എൻ്റെ ശബ്ദം എന്നും മയക്കുമരുന്നിനെതിരെയായിരിക്കും, എൻ്റെ ശബ്ദം അഴിമതിക്കെതിരെയായിരിക്കും, എൻ്റെ ശബ്ദം പെരുമ്പാവൂരിന് വേണ്ടിയായിരിക്കും എന്ന് വീണ്ടും വീണ്ടും ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ബഹുമാന്യരെ, നിങ്ങളുടെ വോട്ട് അതൊരിക്കലും നിങ്ങൾക്ക് നഷ്ടപ്പെടുകയില്ല. നമ്മുടെ നാടിനു വേണ്ടി ഇപ്രാവശ്യം ഒന്ന് പരീക്ഷിക്കൂ. നിങ്ങളെന്നെ നിങ്ങളുടെ ഈ പരീക്ഷണം വിജയിക്കുമോ എന്ന് ഒന്ന് പരീക്ഷിക്കണേ. നിങ്ങൾ എൻ്റെ ശബ്ദം അവിടെ ഉയരുമോ, മൗനം പാലിക്കുമോ എന്ന് നിങ്ങളൊന്ന് പരീക്ഷിക്കണേ. പെരുമ്പാവൂരിലെ ഏത് ചെയർമാൻ വന്നാലും ആ ചെയർമാൻ്റെ കോളറിൽ പിടിച്ചിട്ട് ഞാൻ എൻ്റെ നാട്ടിലെ വിവരങ്ങൾ അവതരിപ്പിക്കുക തന്നെ ചെയ്യും എന്ന് നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് നൽകുകയാണ്. ബഹുമാന്യരെ, ഞാൻ നിർത്തുകയാണ്. അഴിമതിക്കെതിരെയാണ് എൻ്റെ പോരാട്ടം, മയക്കുമരുന്നിനെതിരെയാണ് എൻ്റെ പോരാട്ടം, എൻ്റെ നാടിനു വേണ്ടിയാണ് എൻ്റെ പോരാട്ടം. എന്നെ കൈവിടാതെ, നിങ്ങൾ ഇന്നെന്നെ കൈവിടാതിരുന്നാൽ നമ്മുടെ നാട്, നമ്മുടെ പെരുമ്പാവൂർ നാളെ നമ്മുടെ കൈകളിൽ ഭദ്രമായിരിക്കും എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാ പെരുമ്പാവൂർ നിവാസികളായ എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.